ഋവിശേന്റെ ഓൾറെഡി ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. മൂക്കുത്തി ഷമീർ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇത് പുള്ളിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മൂക്കുത്തി ബീഡിയാണ്. ബീഡി സത്യം പറഞ്ഞാൽ ക്യാരക്ടറിൽ എഴുതിയപ്പോ ബീഡി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ ചെയ്യാനോ എനിക്ക് മൂക്കുത്തി വെച്ച് ഞാനിങ്ങനെ ഇരിക്കുക, ഇവരിങ്ങനെ നടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ബോറടിച്ചപ്പോ ഞാനൊരു ബീഡി എടുത്ത് കത്തിച്ചു. അത് ഫ്രെയിമിൽ പെട്ടു. അപ്പൊ സംവിധാനം പറഞ്ഞു ഇനി അത് സ്ഥിരമാക്കിക്കോ, എത്ര കെട്ട് ബീഡി വലിച്ചോണ്ടിരിക്കും. ക്യാരക്ടറായ ഭയങ്കര ക്യാരക്ടർ പരിപാടി പിടിച്ചോണ്ടിരിക്കും. നമ്മളിപ്പം ഒരു സീനിൽ ഡയലോഗ് പറയുന്നു, കട്ട് പറഞ്ഞാൽ ലാലേട്ടൻ പറയാറില്ലേ ആക്ഷന്റെയും കട്ടിന്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്നറിയില്ല. എന്നെ അടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ഗൗരി നന്നായി കറക്റ്റ് ചെയ്തു. ക്യാമറമാന് ഫോക്കസ് കിട്ടുന്നില്ല. ഇന്നലെ വരുന്ന അടി പോണത് ഫോക്കസ് പിടിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ഫോക്കസ് പിടിക്കാൻ എനിക്കിവിടെ പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ചേട്ടൻ അടിയിട്ട് മാത്രമേ ഇവിടെ എല്ലാരും പറയുന്നുള്ളൂ. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. നമ്മള് വൈശാഖേട്ടന് കടി കിട്ടി. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, ഗ്രാമത്തിൽ ജനിച്ചത് പക്ഷെ വളർന്നത് ഞാൻ ഗ്രാമത്തിലാണ്. അപ്പൊ ജനിച്ചത് സിറ്റിയിലായിരുന്നു. ഇപ്പൊ ഉള്ളവർക്ക് പലർക്കും ഉള്ള ഇതാണ്, അവർക്ക് എല്ലാം പെട്ടെന്ന് വേണം, എല്ലാം പെട്ടെന്ന് ഇതാവണം. ഒരു 2-3 മാസം നോക്കും, എന്നിട്ട് വർക്ക് ആയില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. എന്റെ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും അങ്ങനെ എന്താ പറയണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു ക്ലാസ് തന്നെ കൊടുക്കുന്നത്. മംഗലശ്ശേരി നീലകണ്ഠൻ ഒന്ന് കാണിച്ചേ. ജയറാം ഒന്നും സൂക്ഷിച്ച് ഇപ്പൊ കാണിക്കില്ല. ഈ സിനിമയിൽ പല സ്ഥലത്തുണ്ട്. ഒന്ന് രണ്ടിടത്തൊക്കെ ചെന്ന സമയത്ത് നമ്മുടെ ഈ റീലിനെയും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കണ്ടന്റുകളെയൊക്കെ ഒരു സർക്കാസത്തോടു കൂടി നേരിടുന്നത് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞ താരമില്ലെങ്കിൽ പടം ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. പണ്ടൊക്കെ പ്രീ ബിസിനസ് നടക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പ്രീ ബിസിനസ് അങ്ങനെ നടക്കുന്നില്ല. പടത്തിന്റെ മെറിറ്റിലാണ് ഈ പറയുന്ന OTT സാറ്റലൈറ്റ് ഒക്കെ നടക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം. ചൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിസ്ന ജോസ് പ്രകാശ്. വത്സല ക്ലബ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ഈ പോസ്റ്റാണ്, ടീസറോ ട്രെയിലറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും സീൻ കണ്ടായിരുന്നോ ഷൂട്ട് ചെയ്ത്? എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങള് തിയേറ്ററിൽ ഈ പറഞ്ഞ തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാൻ, പ്രേക്ഷകർക്ക് ഓൾറെഡി ഇഷ്ടമാണല്ലോ ചിരിക്കുന്ന പടങ്ങൾ, അതുപോലെ ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രാമം തന്നെ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ശരിക്കും ഓവർ ഹൈപ്പ്. വത്സല ക്ലബ് എത്രത്തിലൊരു പടമായിരിക്കും? നായിക തന്നെ പറയട്ടെ. അറിയാത്തൊക്കെ പോലെ അറിയാം. നായകൻ പരിപാടി ഇല്ല. ഇത് 4 ഞങ്ങളുടെ വത്സല ക്ലബ്ബിൽ കണ്ട ആ പോസ്റ്ററിൽ കാണുന്ന 5 പേരുടെ കഥയാണിത്. ഇത് ഇപ്പൊ പറഞ്ഞ പോലെ തുടക്കം മുതൽ അവസാനം വരെയും ഭയങ്കര വിടാതെ ചിരിപ്പിക്കുക അങ്ങനെയുള്ളൊരു ഇതല്ല. ഇവരുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന ചൊവ്വ വേണു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ചൊവ്വ വേണു എന്നാണ് പുള്ളിയുടെ പേര്. കല്യാണം നടക്കാത്ത റിയൽ ലൈഫ്. അപ്പൊ അതില് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി പോകുന്നൊരു ഇതാണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ അവര് നേരിടുന്ന കുറച്ച് കാര്യങ്ങളാണ് വളരെ ഹ്യൂമറായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ടൊക്കെ വരുന്നത്. അപ്പൊ അവരുടെ ലൈഫാണിത്.
ഇങ്ങനെ അനിൽ ചേട്ടനത് ഭയങ്കര പോസ്റ്ററിൽ കാണുമ്പോൾ തന്നെ അറിയാം സഖാവാണ്. ആളുകളുടെ പ്രീതി പെടുത്താനാണോ വോട്ട് കിട്ടാനാണോ എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് സിക്സ് പാക്ക്. അത് ബാഹുബലിയിലെ പ്രവാസിന്റെ ബോഡിയാണ്. ഞാൻ വിചാരിച്ചു ഇതിനായിട്ട് ഞാൻ ചെയ്തു. ഒരു പോസ്റ്റർ വേണ്ടി മാത്രം പുള്ളിയുടെ ആഗ്രഹം. ശരിക്കും ക്യാരക്ടർ എങ്ങനെയാ ശരിക്കും? എന്റെ ഒരു ഇതാണ് സഖാവ് അർജുനൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഈ ക്ലബിലെ ഇവരെ ഈ പറഞ്ഞ 5 പേരുടെയും തലമൂത്ത ഒരു നേതാവാണ്. അപ്പം ഞാൻ പറയുന്നതാണ് ഇവരൊക്കെ വേദവാക്യം. അപ്പം ഞാനാണ് നയിച്ചുകൊണ്ട് പോകണം അവരെ. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഗ്രാമം എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമമാണ്. അപ്പോൾ എന്നിട്ട് ഈ കല്യാണം നടക്കാൻ സമ്മതിക്കുന്നില്ല. കല്യാണം മുടക്കിയതാണ്. ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കുന്നവർക്ക് അവാർഡ് വരെ ഉള്ള ഒരു ഗ്രാമമാണ്. അവിടെ ഉള്ള ഇവന്റെ അച്ഛനാണ് ആ ക്യാരക്ടർ ആണ് അവിടെ ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കി എൻ്റെ ദണ്ടൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. ആ പുള്ളിക്ക് ചൊവ്വാദോഷമുണ്ട്. ഒന്നാമത് കല്യാണം നടക്കുന്നില്ല, ചൊവ്വാദോഷമുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന ഗ്രാമത്തിൽ വത്സല ക്ലബ്ബ് പറഞ്ഞ കുറച്ച് പുരോഗമന ആശയങ്ങളൊക്കെ ഉള്ള വലിയ കാര്യമൊന്നുമില്ല, ക്ലബിന്റെ ശോചനീയാവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇതുവരെയായിട്ട് ഏറ്റുമുട്ടിയിട്ട് എങ്കിലൊരു കല്യാണം നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്യാണം, ഒരു ക്രിഞ്ച് കല്യാണം, അപ്പൊ അതിന്റെ പരിപാടിയാണ്. മൊത്തം പ്ലസന്റ് പരിപാടിയാണ്, വേറെ ഡാർക്ക് ഒന്നുമില്ല. അതാണ് എന്റെ വേറൊരു പരിപാടി. പിന്നെ ഇത് സിറ്റുവേഷൻ ഹ്യൂമറാണ്, നമ്മളെല്ലാം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു പരിപാടി, കുഞ്ഞു പരിപാടി, ലാഗില്ലാത്തൊരു പരിപാടി. രൂപേഷേട്ടൻ്റെ ഓൾറെഡി ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മൂക്കെ കുത്തി ഞങ്ങൾ അറിഞ്ഞു ഒരു പണ്ട് സ്നേഹിച്ച പെണ്ണ് തേച്ചിട്ട് പോയി. അപ്പൊ അവളുടെ മൂക്കുത്തി ഇപ്പോഴും കൊണ്ട് നടക്കുന്ന മൂക്കുത്തി പുള്ളി നമുക്ക് വേണ്ടി ചെലവാക്കും. അതൊരു കിടില വിഷയം, ചെലവാക്കാൻ ശ്രമിക്കും, പക്ഷെ അത് തിരിച്ചു വരും ചെയ്യും. അങ്ങനത്തെ ക്യാരക്ടറാ, നല്ല ക്യാരക്ടറാ പുള്ളിക്കാരൻ്റെ. പുള്ളി ഏറ്റവും ഡബ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അല്ല എനിക്ക് ഡയലോഗേ ഉണ്ട്, അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ഊമയാണോ? ഞാനിങ്ങനെ സംവിധാനോട് പറഞ്ഞു, അങ്ങനെയാണെന്ന് എന്നെ ഊമയാക്കും. ഞാൻ ഈ സംവിധായകന്റെ അനുഷ് മോഹന്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അത് എന്താ പറയാ, OTTക്ക് വേണ്ടി മാത്രം ചെയ്ത സിനിമ, ഹൊഡു എന്ന പേര്. അപ്പൊ അന്ന് ആ സിനിമയിലും എന്റെ ക്യാരക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഊമയല്ലടാ, അതൊരു ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, നമുക്ക് ചില സംഭവം ഉണ്ടാവില്ലേ, പ്രതി ഒന്ന് കുറവായിരിക്കും. അപ്പൊ ഏതോ ഒരു ആമനെ പിടിച്ചോണ്ട് നടക്കണവനെ പൊക്കിയെടുത്ത് പ്രതി ആക്കും. അപ്പൊ അതിലാകെ പറയാ ഞങ്ങൾ കൊല്ലല്ല സാറേ, ഇത്രയുള്ള ഡയലോഗ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഈ സിനിമ ഡയലോഗേ ഇല്ല. അപ്പൊ ഞാൻ അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞത് മൊത്തം ഊമയാക്കുന്നതാണ്. അപ്പൊ അതും സമ്മതിച്ചില്ല, പക്ഷെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ഒരു ദിവസം എടുത്ത് തീർക്കാൻ വേണ്ടി. ഇത് പുള്ളിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മൂക്കുത്തിയും ബീഡിയാണ്. ബീഡി സത്യം പറഞ്ഞാൽ ക്യാരക്ടറിൽ എഴുതിയപ്പോ ബീഡി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ ചെയ്യാനും എനിക്ക് മൂക്കുത്തി വെച്ച് ഞാനിങ്ങനെ ഇരിക്കുക, ഇവരിങ്ങനെ നടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ബോറടിച്ചപ്പോ ഞാനൊരു ബീഡി എടുത്ത് കത്തിച്ചു. അത് ഫ്രെയിമിൽ പെട്ടു. സംവിധാനം പറഞ്ഞു ഇനി അത് സ്ഥിരമാക്കിക്കോ, എത്ര കെട്ട് ബീഡി വലിച്ചോണ്ടിരിക്കും. ശരിക്കും അതൊക്കെ അഭിനയാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ. നല്ല ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ. നല്ല ഓഫിലൊന്നും ഓരോന്ന് പറഞ്ഞു, അങ്ങനത്തെ പരിപാടിയാണ്. അതെ, ഭയങ്കര ഇപ്പം ഒരു അതിനകത്തൊക്കെ ചില സിറ്റുവേഷൻസ് എന്ന് കഴിഞ്ഞാൽ നല്ല എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കും. ബാക്കിയുള്ള 4 പേരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം വന്ന് അതുവരെ മിണ്ടാതിരിക്കുന്ന ആൾ വന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അവിടെ നമുക്ക് ചിരി വരും. പിന്നെ മറ്റേ പരിപാടി മാസമാണ് നമ്മൾ പിടിക്കാൻ പോയിട്ട് അതെല്ലാം വിളിച്ച് പറയുന്നത്. കഥ ഇങ്ങനെ പറയുന്നൊക്കെ ട്വിസ്റ്റ് കൊള്ളാമെന്ന്. ഇതെന്താ ഞങ്ങൾക്ക് അറിയാത്ത തമാശകളൊക്കെ ഇവര് പറയും, എന്താ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇത്രയും വലിയ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ആരും സഞ്ചരിക്കാത്ത വഴികൾ. ശരിക്കും അതെന്താ സഞ്ചരിക്കാത്ത വഴികളാ? ഇവര് 5 പേരും ഓൾറെഡി ഒരുമിച്ചുള്ളവരല്ലേ, ഞാൻ വന്ന് പെടുന്നതാണ്. അപ്പൊ കൂടുതൽ ജാടയില്ലാത്ത, വീഡിയോയിൽ പറഞ്ഞാൽ അധികം അഹങ്കാരമൊന്നും ഇല്ലാത്ത ഇങ്ങനൊക്കെ തന്നെയാണ്. എന്താണെന്ന് അറിയണോ, ഞാനൊരു ബുദ്ധി വേണ്ടി. ശരിക്കും ഇങ്ങനെ തന്നെയാണോ സെറ്റില്? നിങ്ങളിങ്ങനെ സെറ്റില് അത്യാവശ്യം നല്ല അല്ല, ഞാൻ ഇവരൊക്കെ ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇൻ ബിറ്റ്വീൻ എത്തുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം ഒരു ദിവസം ഇങ്ങനെ പുറത്തിങ്ങനെ വെറുതെ നടക്കുമായിരുന്നു, ആരുമായിട്ട് കമ്പനി ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പോയപ്പോ എല്ലാവരും കണ്ട് ഞാൻ കുറച്ച് ഇത്രയും പോസ്റ്റ് ആണല്ലോ, അങ്ങനെ
2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും കൂടെ എന്നെ ട്രോളാൻ തുടങ്ങി. കൂട്ടത്തിന് വരാ. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. അതാണ് ഇത് നല്ലത്. 1-2 സീനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. എനിക്ക് അത്യാവശ്യം കളറും കരാട്ടൊക്കെ നന്നായിട്ട് അറിയാം. അറിയോ? ഇതിനകത്ത് കുറച്ച് മാർഷൽ ആർട്സ് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയില്ല, എന്നാലും ചെറിയതുണ്ട്. അപ്പൊ അതിന്റെ ബലിയാടായത് ഇതാ ഈ നിൽക്കുന്ന മനുഷ്യനാണ്. അതെ, ക്യാരക്ടറായ ഭയങ്കര ക്യാരക്ടർ പരിപാടി പിടിച്ചോണ്ടിരിക്കും. നമ്മളിപ്പം ഒരു സീനിൽ ഡയലോഗ് പറയുന്നു, കട്ട് പറഞ്ഞാൽ ലാലേട്ടൻ പറയാറില്ലേ, ആക്ഷന്റെയും കട്ടിന്റെ ഇടയിൽ എന്താ സംഭവിച്ചത്? ഓ ഇനി എന്ത് വേണം? കൂടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയും. കൂടെ കേട്ടോ എന്നെ അടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ഈ സൈഡ് വീർത്തിരിക്കും. അല്ല, എനിക്കറിയാം അത് അടിക്കുമെന്നറിയാം, എന്നിട്ട് ഞാൻ പാളി നിൽക്കായിരുന്നു. അല്ല, വേറൊരു വൻ കോമഡി ഉണ്ട്. ഏതാണ്ട് ഒരു സജഷൻ കണ്ടെടുത്തപ്പോ അടി വീണു. അടി വീണപ്പം ഇത് ക്ലോസ് എടുക്കുമ്പോൾ ഞാൻ ഓർത്തിരുന്നു, പക്ഷെ ഇമ്മീഡിയറ്റ് എടുത്തില്ല. കുറെ വൈഡൊക്കെ പോയിട്ട് അപ്പോഴത്തേക്ക് പുള്ളി ഇത് മറന്നു. മൂന്നാമത്തെ ടേക്കിന് മുമ്പ് 2 പ്രാവശ്യം അടി കിട്ടിയിട്ട. 3-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം വീശാൻ, ക്യാമറ ബാക്കില്ല. പിന്നെ ഈ കൈ ഇങ്ങനെ വീശുന്ന സമയത്ത് അടി ഓക്കേടാ, ഞാൻ ചേട്ടാ ടേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴും കിട്ടി. അത് അഭിനയായിരുന്നു. എന്നിട്ട് അവന് യാതൊരു റിഗ്രറ്റും ഇല്ല. തമാശ പറഞ്ഞല്ല. അദ്ദേഹം ഭയങ്കര ഇതൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയാൻ ചെല്ലുമ്പോഴേ അടിച്ച് പുള്ളിക്കാരി ഞാൻ അടുത്ത ചേട്ടനില്ല, സകാൾ അർജുന പുള്ളി ഭയങ്കര ഓക്കെ എന്നൊക്കെ പറയാൻ പോയത് പുള്ളിക്കാരത്തെ കേട്ടവര്. ഈ ഓണത്തിനിടയിൽ പുട്ടേച്ചിടം പോലെ നിങ്ങളുടെ ഇടയ്ക്കുള്ള കോണ്ടന്റ് വീഡിയോസ് വരുന്ന സമയത്താണ് അതൊരു അടിപൊളി, അപ്പൊ സിനിമ എന്തായിരിക്കും സാധനം വരിക. അത് ഐഡിയ നിങ്ങളുടെ രണ്ടുപേരുടെ ആയിരുന്നോ, അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ ആദ്യത്തേത് നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തു. ധ്യാൻ ചേട്ടൻ ജസ്റ്റ് ഇനാഗ്രേഷൻ ആയിട്ട് വരുന്നതാണോ സിനിമയില്? പറ്റിച്ച് സിനിമയിൽ ഇന്നോഗ്രേഷൻ അല്ല, ക്യാരക്ടർ ആയിട്ടാണ്. ക്ലബിന് എന്തെങ്കിലും ചെറിയൊരു സീൻ വന്നിട്ട് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ തന്നെ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ ക്ലബ്ബ് ഇപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഒരു 90s കാലഘട്ടത്തിൽ ഈ ക്ലബ്ബ് വീട്ടിന് പരിസരത്ത് ക്ലബ്ബ് പരിപാടിയൊക്കെ നടക്കാം. നിങ്ങൾക്ക് ക്ലബ്ബ് എന്തെങ്കിലും ക്ലബ്ബിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു? ഓണപരിപാടിയാണ് മെയിൻ ക്ലബ്ബുകളുടെ. ക്രിസ്മസ് ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, ഗ്രാമത്തിൽ ജനിച്ച, പക്ഷെ വളർന്നത് ഞാൻ ഗ്രാമത്തിലാണ്. അപ്പൊ ജനിച്ചത് സിറ്റിയിലായിരുന്നു, ഹോസ്പിറ്റല് സിറ്റി ഹോസ്പിറ്റൽ. ശരിക്കും ഇതുപോലത്തെ വെറൈറ്റി പേരായിരുന്നോ വത്സല ക്ലബിന്റെ പേരിൽ നിന്ന് ഓർമ്മയുണ്ടോ? ഈ ക്ലബിന്റെ പേര് വത്സല ക്ലബിന്റെ അത് തന്നെ കോമഡിയാണ്. അതാ വത്സല എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടാണ് ക്ലബ്ബ്. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ, ഈ വത്സല എന്നുള്ളതിന്റെ അവിടെ ഒരു ആ താഴെ അവിടെ ഇങ്ങനെ ഒരു കെട്ട് കണ്ടോ? അതൊരു കയറാണ്. അതൊരു കയറാണ്, കഴുത്തിൽ കുരുക്കിട്ടൊരു കയറാണ്. അവരൊരാൾ പോകും ചത്തു. ആ വീട്ടിൽ അത് ആരും എടുക്കാത്തോണ്ട് ക്ലബ്ബ് തുടങ്ങിയിരിക്കണം. ചോദ്യം അതല്ല, മുമ്പ് വീടിന്റെ അടുത്തുണ്ടായിരുന്ന ക്ലബ്ബുകളുണ്ടല്ലോ, പേര് പല പേര്. അതാണല്ലേ, അത് പല പേരുണ്ട്. കൈകളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. വത്സല എന്ന് പറയുന്നത് എനിക്കൊന്ന് വെറൈറ്റി പേരായിരിക്കും. വെറൈറ്റി പേരാണ്. ഓക്കെ, ഇത് പേര് കണ്ടുപിടിച്ചത് ഈ കോമഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിന് ബുദ്ധിമുട്ടി ആരാ? കോമഡി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി ആരാണ്? എല്ലാരും ബുദ്ധിമുട്ടി. എനിക്ക് തോന്നുന്നു അതിന് ഇഞ്ചോടിഞ്ച് മത്സരം കോമഡി ചെയ്യാൻ പറ്റി അല്ലേ? രക്ഷപ്പെട്ടു എന്നൊക്കെ. പക്ഷെ ഈ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത് പോയാലെങ്കിൽ അരി പെറുക്കിയ സീൻ ഉണ്ടോ നിങ്ങളില് ഏറ്റവും കൂടുതൽ ഈ സിനിമയില്? ഒരു 4 പ്രാവശ്യം അടി കിട്ടി. പോകല്ലേ എന്ന് ആഗ്രഹിച്ചത് ആ ഒരു സീൻ മാത്രമാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. അല്ല, ഗൗരി നന്നായി കറക്റ്റ് ചെയ്തു. ക്യാമറമാന് ഫോക്കസ് കിട്ടുന്നില്ല. അടി പോണത് ഫോക്കസ് പിടിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ഫോക്കസ് പിടിക്കാൻ എനിക്കിവിടെ പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ചേട്ടൻ അടിയിട്ട് മാത്രമേ ഇവിടെ എല്ലാരും പറയുന്നത്. അതല്ല ഇവിടെ പ്രശ്നം. നമ്മള് വൈശാഖേട്ടന് കടി കിട്ടി.
ആരുടെ അത് നിന്റേതാ. എന്റെ നീ ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് വെച്ചേക്കണം മനുഷ്യന്റെ ഉപദ്രവിക്കുന്നത്. അങ്ങനെയല്ല, വൈശാഖയുടെ എന്നോട് പറഞ്ഞു നീ കടിച്ചു എന്നാൽ എനിക്ക് ഇമോഷൻ ഒരു വരും. സീനില് കളിച്ചിട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. അത് പറയണം ഇല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് അതെ അതെ അതെ, നീ സിറ്റുവേഷൻ പറഞ്ഞോളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സീനിലേക്ക് അടിച്ചിട്ട് ഇറങ്ങി ഓടുന്ന ഒരു സീനുണ്ട്. ഇപ്പൊ റൈറ്റ് അങ്ങനെ അപ്പത്തേക്കും എന്റെ അടുത്ത് പറഞ്ഞു നീ കടിച്ചു എന്നാൽ എനിക്ക് ആ ഇമോഷൻ കറക്റ്റ് വരൂ. പാവം. കടിക്കുമ്പോൾ ഇമോഷൻ കഴിച്ചിട്ട് പോണം എന്നുള്ളൊരു ഇതാണ്. അപ്പൊ അവനെ കടിക്കുമ്പോൾ react ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ ഉണ്ട്. അവന്റെ ഫേസ് ക്യാമറ വെച്ചേക്കാണ്. കൈ വെച്ചിട്ട് കഴിച്ചിട്ട് ഇറങ്ങി പോകണം. കടിച്ചു വന്നപ്പോ ഞങ്ങൾ അറിയാതെ കുറച്ച് കൈ അവിടെ ഇരിപ്പുണ്ട്. പൊക്കിളിട്ടും 12 ഇഞ്ചക്ഷൻ എടുത്തത് കഴിച്ച പാവപ്പെട്ടവര്. റോളക്സ് എനിക്കൊന്ന് ആൾക്കും മറ്റേ ഫൈറ്റ് സീൻ ഈ പറ സൂപ്പർ പവർ ഉള്ള റോളുകളൊക്കെ ചെയ്ത ആൾ അടിപൊളിയായിട്ട് അല്ല ഇവിടെ നല്ല മാർഷൽ ചവിട്ടും പരിപാടിയും ഇങ്ങനെ കാല് പൊക്കി നിൽപ്പ് എല്ലാ പരിപാടിയൊക്കെ ഭയങ്കര ഓക്കെ. ചിലതൊക്കെ ഇതിനകത്ത് നല്ല ഡെഡിക്കേഷൻ ആണ് കേട്ടോ സത്യം പറഞ്ഞ കൂട്ടത്തിൽ. ഞാൻ കണ്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മൾ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ഡെഡിക്കേഷൻ ഉള്ള ഒരു സീൻ കൺസീവ് ചെയ്യുന്നതും ആ കല്യാണ കുട്ടി കിടന്ന് അടികൂടുന്നുണ്ടല്ലോ. ആ പയ്യൻ യൂട്യൂബ് ഇവിടെ എക്സ് കാമുകൊണ്ട് ആ പയ്യൻ മറ്റേ അവന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഗൗതം ശശി എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡി സ്റ്റാൻഡപ്പ് കോമഡി അവ എനിക്കൊന്ന് ഫീൽഡ് വിട്ടു സിനിമാവിനെ നിർത്തി. അല്ല അവന് ഇതിപ്പോ നല്ലതാണോ? അല്ല, ഈ സിനിമയില് ഈ സിനിമയില് എന്താ പറയാ ഗൗരി അറ്റാക്ക് ചെയ്യുന്ന സംഭവം ഫിസിക്കലി അറ്റാക്ക്. അപ്പൊ ഞാൻ ഷോർട്ടിന് മുമ്പ് ഞങ്ങൾ എല്ലാരും പോയിട്ട് ഗൗതമത്തിന്റെ മൊത്തത്തിലൊന്ന് നോക്കി. കാരണം ഈ അടി കടിയെല്ലാം കിടക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ ക്ലൈമാക്സ് ചെയ്യുന്നത്. അയ്യോ അതിലിരുന്നിട്ട് ഗൗരി ആ ചെക്കന്റെ കാല് പിടിച്ച് മടക്കണ സാധനം ഉണ്ട്. ക്യാമറ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ആ ചെക്കൻ ശരിക്കും കേറി പിടിച്ചു. അവൻ പറയട്ടെ കട്ട് 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 അല്ലേ ഓർമ്മയില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ശശി ഒന്നും ചെയ്തിട്ടില്ല ഓ ഭാഗ്യം. സീരിയസ്ലി. അത് കാരണം ആ സീൻ തുടങ്ങുന്നതിന് ഇവരെല്ലാരും പറഞ്ഞു നമുക്ക് അവനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, ആംബുലൻസ് വിളിച്ച് വെക്കണം എന്നൊക്കെ. ഞാനാണ് ആദ്യം പറഞ്ഞത്. കാരണം പണ്ട് ഇവിടെ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോണത്. എന്റെ കൺട്രോളർ ഉണ്ട് മുരുകൻ ചേട്ടൻ പ്രൊഡ്യൂസർ ജിനി എടുത്ത് പറഞ്ഞു ഒരു ആംബുലൻസ് റെഡിയാക്കി വെച്ച. എന്നിട്ട് ഞാൻ ശരിക്കും ഒന്ന് കിറുന്ന ശബ്ദം കേട്ട് കാലൊടിഞ്ഞു. അങ്ങനെയല്ല, അന്ന് അവന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പറയും ചേട്ടനടിച്ചതും വൈശാഖനെ സീനിൽ കടിച്ചതും ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷെ ഗൗതം ശശി എനിക്കിട്ട് നല്ലത് രണ്ട് തന്നായിരുന്നു. എന്നിട്ട് പോലും ഞാൻ കൊടുത്തില്ല. കിട്ടിയായിരുന്നുണ്ടോ പാവത്തിന്? കാല് പിടിച്ച് വളച്ചില്ല ഇങ്ങനെ. അതിൽ നിനക്കൊരു റിഗ്രറ്റ് ഇല്ലല്ലേ? ഇതിപ്പോ കല്യാണം നടക്കാത്ത ഒരു ക്യാരക്ടർ ആണല്ലോ. ശരിക്കും ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പ്രായം കഴിഞ്ഞ ആൺകുട്ടികൾക്ക് കല്യാണം അതെന്തുകൊണ്ടാ? അവൻ ജീവിക്കുകയാണ്. വിഷമുണ്ടോ? അതെങ്ങനെയാ? അത് ആള് ഇപ്പത്തെ ഒരു അറിയാലോ നമ്മുടെ ഒരു ഏജ് ടൈമിൽ ആൾക്കാർക്ക് ഇപ്പം കല്യാണം നടക്കുന്നില്ല. സോ അതെന്തുകൊണ്ടായിരിക്കും? എനിക്കറിയത്തില്ല. എന്നാലും അവര് കണ്ടന്റ് ക്രിയേഷന്റെ ഇടയിൽ പെണ്ണ് കണ്ട് കല്യാണം കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ല ചേട്ടൻ പേഴ്സണലി ഞാൻ ചോദിക്കുന്നത്. അല്ല ചേട്ടാ അങ്ങനെയല്ലോ. ഞാൻ കഴിഞ്ഞു 2 പിള്ളേരുണ്ട്. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോ ചിന്താഗതികള് മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന് പറയുന്നു, കല്യാണം വേണ്ടാന്നൊരു ഡിസിഷൻ എടുക്കുന്നു. അല്ല എനിക്കറിയാം ഇഷ്ടംപോലെ പെൺകുട്ടികൾ പറയാറുണ്ടല്ലോ കല്യാണം കിട്ടാനില്ല, അതിനെപ്പറ്റി അറിയില്ല. പിന്നെ പണ്ടത്തെ ഇപ്പോൾ പണ്ടൊരു 5 വയസ്സ് ഗ്യാപ്പുള്ള ആൾക്കാർ തമ്മിലുള്ള അവരുടെ ഒരു ഇതല്ല ഇപ്പോഴത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 വയസ്സ് ഗ്യാപ്പുള്ള ഒരു ഇത് വെക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. പണ്ട് ഇപ്പം 25 വയസ്സുള്ള ഒരാളും 30 വയസ്സുള്ള ഒരാളും തമ്മിൽ ഭയങ്കരമായി വലിയ ഗ്യാപ്പോ വ്യത്യാസങ്ങളോ അവരുടെ തോട്ട് പ്രോസസ്സിലൊന്നും വ്യത്യാസങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു 25 വയസ്സും 30 വയസ്സും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ അതൊക്കെ കൊണ്ടാവാം ഒരുപാട് പേർക്ക് വർക്കൗട്ട് ആയി പോവാത്തതും ഈ മാച്ച് ആവില്ല. ഈ ജനറേഷൻ ഗ്യാപ്പ് പണ്ട് 10 വയസ്സിന്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. 20-30 കറക്റ്റ് 20-30 പെൺകുട്ടിക്ക് 20 വയസ്സും പയ്യന്മാർക്ക് 28 അല്ലെങ്കിൽ 30 വയസ്സും. ഇപ്പൊ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. ചിന്തിക്കാൻ പറ്റൂല. അതിലും വർക്കൗട്ട് ആയി പോകുന്നവരുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി അതിനെപ്പറ്റി എന്താണ് ഗൗരിക്ക് അഭിപ്രായം? ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാത്തത്? ഗൗരി ജനറേഷൻ ഗ്യാപ്പ് ആണ്. 25-30 ഏജ് ജനറേഷൻ ഗ്യാപ്പിന്റെ കാര്യമല്ലേ? അതങ്ങനെ നല്ലതാണോ? അതായത് സെയിം ഏജ് അല്ലേ? സെയിം ഏജ് ആണോ നല്ലത്? ഒരു 5-6 വയസ്സ് ഗ്യാപ്പ് നല്ലത്?
അങ്ങനെയല്ല സംഭവം, ഏജിനല്ല നല്ലതും ചീത്തയും പറയുന്നത്, അവരുടെ വൈബ് കണക്ട് ആവുന്നവരാണ്. ചിലർ 25 വയസ്സായാലും 30 വയസ്സായാലും വൈബ് നന്നായിട്ട് കണക്ട് ആയി പോകും. ചിലവർക്ക് സെയിം ഏജ് ആയ കൂടി വൈബ് കണക്ട് ആവും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ചിലർക്ക് ശരിയാവില്ല. കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അതിനെ കാണുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു വീഡിയോക്കകത്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പാർട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക ഒരു ബെഡ് കോഫി അതെല്ലാ കുട്ടികളുടെ ഒരു ഡ്രീമാണ്. അങ്ങനെയൊന്നുമല്ല, എത്ര കൊല്ലം മുമ്പുള്ള ഡ്രീമാണ്. സ്നേഹം, വിശ്വാസം, കരുതൽ ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. പക്ഷെ വേറൊരാൾ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കാണുന്നതിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരുപാട് കുട്ടികളിൽ ഞാൻ കാണുന്നൊരു കാര്യമാണ്, അവർക്കൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. പല പല കാര്യങ്ങൾക്കും പല പല ഇത് ഇങ്ങനെ ആവണം. പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് അഖിൽമാരാറാണെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരുപാട് പേര് റീൽസ് പ്രണയവും റീൽസ് റിലേഷൻഷിപ്പുകളും കണ്ടിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് പലരിലും ഉണ്ട്. ഇതാണ് റിയൽ ലൈഫ് അല്ലെങ്കിൽ ഇതായിരിക്കണം റിയൽ ലൈഫ്. അതുകൊണ്ട് അവർ കണ്ടില്ലേ ഇപ്പോൾ സെലിബ്രിറ്റി, അതിനകത്തിൽ എന്തോ രണ്ടുപേരെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 സെലിബ്രിറ്റി കപ്പിളിൻ്റെ ചില ഈ മൊമെൻറ്റ്സ് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ അവരുടെ പേഴ്സണൽ ലൈഫ് നമുക്കറിയില്ല, നമുക്കറിയില്ല. അപ്പോൾ റിയൽ ലൈഫ് ഒരു ലൈഫ് എന്ന് പറയും. ഇപ്പോൾ 2 പേര് അതിന് എത്ര ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേ ഇതുള്ളവരാണെങ്കിൽ തന്നെയും ഒരു അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻ്റ് എപ്പോഴും അത് അലൈൻഡ് ആവാൻ ടൈം എടുക്കും. പല കാര്യങ്ങളിലും അലൈൻഡ് ആവണം. 2 സ്വഭാവത്തിൽ 2 രീതിയിൽ 2 പേരുടെ ഫിംഗർ പ്രിന്റ് പോലും ഒന്നുള്ളത് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അത് അലൈൻഡ് ആവുക. ഇപ്പോൾ ഉള്ളവർക്ക് പലർക്കും ഉള്ളൊരിതാണ്, അവർക്ക് എല്ലാം പെട്ടെന്ന് വേണം, എല്ലാം പെട്ടെന്ന് ഇതാവണം. ഒരു 2-3 മാസം നോക്കും, എന്നിട്ട് വർക്ക് ആയില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവമാണ്. പക്ഷേ ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും. എന്നാ പറയണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു ക്ലാസ് ഫാൻസ് മുഴുവൻ ഗേൾ ഫാൻസ് ഒക്കെ കാതോർത്ത് നിൽക്കാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇങ്ങനെ ചേട്ടൻ പറയുമെന്ന് മനസ്സിലാവും. അതുകൊണ്ടുണ്ട് അല്ല അവരത് പറയുന്ന പോലും ഒന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ടൊക്കെ പറയുന്നത്. മോട്ടിവേഷൻ തരും, ഭയങ്കര മോട്ടിവേഷൻ. ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. മോട്ടിവേഷൻ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കല്യാണം എടോ ഇതിനെ പറ്റി അല്ലടോ, വേറെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പറ്റി വരെ പറയാറുണ്ട്. അത് ഞങ്ങൾ നിന്നെ പറ്റി പറയാറുണ്ട്. ഇപ്പൊ കൂട്ടത്തിലുള്ള ആളുകളെ വെച്ചിട്ട് അല്ലെങ്കിൽ കോണ്ടന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട് പരിചയമുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാറുണ്ടോ? ശരിക്കും സിനിമ പോലെ തന്നെ അല്ല, ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് അതൊക്കെ വെക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ സ്റ്റോറികളും കിട്ടുക കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ. ഇപ്പൊ നിങ്ങളായാലും ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വീടിനടുത്ത ഒരാള് അല്ലെങ്കിൽ ഇപ്പൊ ഇവര് 3 പേരെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓപ്ഷൻ തരാം. മലയാള സിനിമയില് ഹിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഇവര് 3 പേര് അത് ചെയ്തെങ്കിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും അടിപൊളിയായിട്ടുണ്ടാവുക? ഫണ്ണായിട്ട് അങ്ങനെ മംഗലശ്ശേരി നീലകണ്ഠൻ ഒന്ന് കാണിച്ചേ. സോറി കുട്ടനമ്പുര. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം ഞാൻ ഇന്നാളൊരു സർഗം കണ്ടപ്പോ ഞാൻ ആലോചിച്ചു ആരെങ്കിലും എനിക്ക് ഒരു ചാൻസ് തന്നിരുന്നെങ്കിൽ. ഇത് വെച്ചിട്ട് ജയ ഹേലും മറ്റേ ദർശനയുടെ ക്യാരക്ടർ അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യും. ചേട്ടനാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും കൊടുക്കാൻ ജയറാം. അതെന്താ നിങ്ങൾക്കിടയിൽ ഞാൻ പറയാം ഇത് ജയറാം എന്ന് പറഞ്ഞില്ലേ, ഞാൻ പറയാം തമാശ എന്തുകൊണ്ടാണ് കൂടെ പറയാം. ഒന്നും സൂക്ഷിച്ച് ഇപ്പൊ കാണിക്കില്ല അവൻ, പക്ഷെ ഈ സിനിമയിൽ പല സ്ഥലത്തുണ്ട്. അല്ല ഇടക്കിടക്ക് വരുന്നത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്.
ഇട്ടതല്ല അതൊക്കെ വരുന്നതാണ്. ഇയാള് പറഞ്ഞ ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശരി. അതായത് രണ്ട് ഈ പറഞ്ഞ നസീർ സാറായാലും ജയറാമിട്ടായാലും നിഷ്കളങ്ക പരിപാടികളല്ലേ, അതെല്ലാം ഈ കളിയിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, കാരണം കൊണ്ടല്ല. അത് സീരിയസ് അല്ല അതവന്റെ അഭിനയം അല്ല കേട്ടോ. അല്ല സീരിയസ് അല്ല, അത് ബേസിക്കലി അങ്ങനെയല്ലേ. ഒരു നിഷ്കുവാണ്, അങ്ങനെയല്ല. ഇത് കേസ് പറയോ, ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനുഷ്യൻ. അതെ, നന്മയൊക്കെ സൂക്ഷിക്കണ അതല്ല. ഇത് ആരെ പറ്റിയാണെന്നൊക്കെ അവൻ ചിന്തിക്കുന്നത്. അല്ല അങ്ങനെയല്ല. ഞാൻ കാർത്തി എന്താ പറയാ, എങ്ങനെ പറയാ, ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞു പ്രേമനസീർ പറഞ്ഞു കാർത്തിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഏത് ആരായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്, ഒരു റോൾ ചെയ്ത് തന്നായിരിക്കും. ആരുമില്ല. ആക്ടറിന്റെ ഈ കൊച്ചങ്ങനെ അധികം സിനിമകളാണ്. ഞാൻ വന്ന ശിവമാണ്. അപ്പൊ പറയൂ PC. കാർത്തി ഏത് ടൈപ്പ് റോൾ ചെയ്യും? കാരണം ഇത് കേൾക്കുമ്പോ ആൾക്കാര് ഡയറക്ടേഴ്സ് ഒക്കെ ചിന്തിക്കും, ഓ ആൾക്കാര് കൊടുത്ത എന്തിരിക്കും അടിപൊളി. എനിക്ക് പെട്ടെന്ന് കാർത്തിനെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ യൂണിക് പീസ്. അല്ല അതാണ് ഇങ്ങനെ കാണിക്കുമ്പോ നമുക്ക് ചേരാം. സീരിയസ്ലി ഓക്കെ, ഏതെങ്കിലും മെയിൻ ആയിട്ടുള്ള സിനിമയില് മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇപ്പൊ ഇങ്ങനെ സംഭവം കാണിച്ചില്ലേ, ചേരാൻ പല സിനിമയിലും അങ്ങനെ കാണിക്കാം. ഓക്കെ ശരി. രൂപേഷേട്ടൻ ഞാൻ പറഞ്ഞു പ്രേമനസീർ. അല്ലല്ല, അല്ലാതെ ഓരോരുത്തരെയും പറയാം. അങ്ങനെ അങ്ങനെ എനിക്ക് അങ്ങനെ, കാരണം ഞാനത് കേസ് അറിയാം. ഞാൻ അടുത്ത എന്താ പറയുക പദ്ധതി ഇടുന്ന സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി ചെയ്തത്, അതിലൊക്കെ ഇതിനൊക്കെ കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, കൂടെ നമ്മുടെ ഡയറക്ടേഴ്സും കൂടി പ്രൊഡ്യൂസറും കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും എന്റെ ഇടവും വരവും ഡയറക്ടർമാരാണ്. കാര്യം പറയൂ. അപ്പൊ എനിക്ക് ഇന്ന റോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അല്ല, ഇദ്ദേഹത്തിന് ഞാനൊരു കാര്യം പറയാം. ഇദ്ദേഹം ഇപ്പോ ചെയ്തൊരു സീരീസ് ഉണ്ട്, ഒരു വെബ് സീരീസ് ഉണ്ട്. അതില് കമ്മട്ടം, അതില് ഗംഭീരമായിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. കാരണം ഹ്യൂമർ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാം ചെയ്യാമെന്നാ പറയാറ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അതിനകത്തിൽ ഒരു ഇച്ചിരി നല്ലൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു നെഗറ്റീവ് പരിപാടി, ഒരു ചെറിയൊരു നെഗറ്റീവ് പരിപാടിയൊക്കെ ഉണ്ട്. കാണുമ്പോൾ അതെ, അപ്പൊ അതിലൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ കോമഡി ചെയ്ത ആൾക്കാരൊക്കെ നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഭീകരമായിരിക്കും. എനിക്കത് അങ്ങനെ കുറച്ച് ക്യാരക്ടർ റോളുകൾ ചെയ്യാനും ഇഷ്ടമുണ്ട്. എപ്പോഴും കോമഡി മാത്രമല്ലാതെ ചെയ്യാനും അറിയാമോ, സത്യം പറഞ്ഞാൽ ഹ്യൂമർ ചെയ്യാനാണ് പാട്. ഉറപ്പാ. എനിക്കിന്ന് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മറ്റേ ഗിവ് ആൻഡ് ടേക്ക് പരിപാടി ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഞാനത് ഏറ്റവും കൂടുതൽ കണ്ടത്, ഞാൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമയുണ്ട് യൂട്യൂബ് റൂട്ടേഴ്സ്. അതിൽ ടൊവിനോ പിന്നെ സുധീർ കോപ്പയുടെ കുറെ സീക്വൻസസ് ഉണ്ട്. അപ്പൊ ഇവര് ആ സെറ്റ് വരുന്നതിന് മുമ്പേ തന്നെ അവർക്ക് നല്ല പരിചയമുണ്ട്. കാരണം അവർ തമ്മിൽ നല്ലൊരു റപ്പോറുണ്ട്, ഭയങ്കര കമ്പനിയാണ് അവർ തമ്മിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ ക്യൂസ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ പോയിന്റിൽ നമ്മൾ തിരിയുമ്പോൾ നീ അവിടെ നിൽക്കും എന്നൊക്കെ അത്രേ പറയുള്ളൂ. ഇത് ഇവരുടെ ഒരു പ്ലാനിങ് ഉണ്ട്. അത് പ്ലാൻ ചെയ്ത് വെച്ചാൽ ഭയങ്കര പ്ലാനിങ് ഒന്നും അല്ല. ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്തെങ്കിലും എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന അപ്പുറത്തെ ആൾക്ക് ചെയ്യാൻ അറിയാം. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ് മെയിൻ ആയിട്ട്. ഇത് നമ്മൾ പണ്ട് മുതലേ കാണുന്ന എന്താ പറയുക, മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ എല്ലാത്തിനും കാണുമ്പോൾ ആ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. അതില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നമ്മൾ എത്ര എഴുതിയാലും ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ അഭിനയം എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ പുറകില് നിൽക്കുന്നവർക്കായിരിക്കും അത്ര അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ചില സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ ആക്ടേഴ്സ് ഒരു കോമഡി സീൻ ചെയ്യുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്യും. റീടേക്ക് എന്ന് പറയുമ്പോൾ അതായത് ടെക്നിക്കൽ ഇഷ്യൂ കാരണം, ഫോക്കസിന്റെ പ്രശ്നം കാരണം റീടേക്ക് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മുമ്പ് ചെയ്തതിന് അത്ര ഫ്ലോ കട്ടായി പോകാൻ പറയില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സിറ്റുവേഷനിൽ എല്ലാവരും നമ്മൾ ഫസ്റ്റ് അടിക്കുമ്പോൾ ആ സീനിലും നമ്മൾ പറയുന്ന കോമഡി ചിരിക്കും. 2-3 റീടേക്ക് വരുമ്പോഴേ പിന്നെ അത് ചടയും. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് പോകും. മൊത്തത്തിൽ ആദ്യം കൊണ്ട് സാധനം അടിക്കും. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ ഇന്റർവ്യൂ നമ്മൾ റീടേക്ക് എടുത്ത് നോക്കിയാണ്. അതേപോലെ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പൊ കോമഡി ആണെങ്കിൽ നിങ്ങളുടെ തരത്തിലുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല. ഇപ്പൊ ആക്ടിങ് ഏതായാലും അതിപ്പം ഓരോ സിനിമകൾ വരുമ്പോൾ അത് എവിടെയും റിപ്പീറ്റ് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ തന്നെ അത് നോട്ടീസ് ചെയ്യും. അപ്പൊ നിങ്ങളൊരു ആക്ടർ എന്ന നിലയിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കില്ല? അതായത് ഞാൻ ചെയ്തു വെച്ച കാര്യം ഇനി റിപ്പീറ്റ് വരരുത്, അങ്ങനെ ശ്രമിക്കാറേ ഉള്ളൂ. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും നമുക്കിപ്പം ക്യാരക്ടർ വരുന്നത്. ഇപ്പൊ എന്റെ ഇപ്പൊ പറഞ്ഞ കമ്മട്ടത്തിൽ എനിക്ക് നെഗറ്റീവ് പരിപാടിയാണ്. ഒരിക്കലും ഞാൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഹ്യൂമർ ചെയ്യുന്ന ഒരാളെ ചെയ്യുന്നെന്ന് ഒരിക്കലും പറയരുത്. പക്ഷെ ഞാൻ ഇപ്പൊ 2 ടൈപ്പ്, ഇപ്പം ഒരു കൈലിയും ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു നാട്ടുമ്പുറത്തെടുത്താൽ അതിപ്പോ ഒരു പടത്തിൽ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതെന്തായാലും മാൻഡ്രസം പിടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കണം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടും നമ്മളാണല്ലോ ചെയ്യുന്നത്. അത്രയ്ക്ക്
പരകായ പ്രവേശം നടത്താനുള്ള കഴിവ്. അല്ല, ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഈ വത്സല ക്ലബ്ബിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം 1-2 ചെന്ന സമയത്ത് നമ്മുടെ ഈ റീലിനെയും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കണ്ടന്റുകളെയൊക്കെ ഒരു സർക്കാസത്തോടു കൂടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ടോട്ടലി പുതിയ ആളുകളാണ് എല്ലാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതായെന്ന് പറയുമോ, സെയിം ഞാൻ നേരിട്ട സംഭവം പിന്നെയും വരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി പിടുത്തത്തോടു കൂടി അധികം ഇളകി ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പാറ്റേണൊക്കെ മാറ്റി ഒന്നൊന്ന് ഇതാക്കി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ ഡയറക്ടറോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ട്, ഓക്കെയാണ്. അന്നേരം പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, നീ എന്താ അങ്ങനെ കാരണം നിന്റെ മറ്റേ ഇതിലൊക്കെ കാണുന്ന പോലുള്ള ഒരു സംഭവം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി പിടിച്ച് ചെയ്ത് വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചിലര് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാറ്റേൺ പ്രതീക്ഷിച്ച് വിളിക്കുന്നതുകൊണ്ട്, അപ്പൊ ഇന്ന ക്യാരക്ടറിന് വേണ്ടി വിളിക്കുന്നത്. അതെ, അപ്പൊ ഇന്നൊരു ക്യാരക്ടർ, അപ്പൊ അത് ഇയാൾ ചെയ്യുന്ന ഒരു ഇതുമായിട്ട് മാച്ചാണ്. അപ്പൊ അങ്ങനെ വിളിച്ച് പിന്നെ ഞാൻ ട്രാക്കിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ അനിഷണ്ണന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിഷണ്ണ ഭയങ്കരമായി ഫ്രീഡം തരുന്ന ഒരാളാണ്. നമ്മൾ സ്ക്രിപ്റ്റിലായാലും നമുക്ക് അവിടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനും ഒരു ഫുൾ സ്ക്രിപ്റ്റ് നമ്മളതിലോട്ട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ടീമായിരുന്നു. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു കോണ്ടന്റ് വരുമ്പോഴും ടോട്ടലി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പടത്തിന്റെ വേറൊരു കാര്യം പോലെ, ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ തൊട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തൊട്ട് ഇതിന്റെ ഡയറക്ടർ വരെയുള്ള ആ ഒരു ഏരിയ ഉണ്ട് ഇതിനകത്തുള്ള ഈ മൊത്തം പരിപാടികളിലും സത്യം നിഷ്കളങ്കതയുള്ള കുറച്ച് ആൾക്കാരുടെ പരിപാടികളാണ് എല്ലാവരും. കാരണം ഒരു ഈവോ ക്ലാഷോ ഒരു അലമ്പോ 6:30 മണിക്ക് കറക്റ്റ് ഷൂട്ട് തുടങ്ങി വൈകിട്ട് 5:30-6 മണിയാകും തീരും. കാരണം നൈറ്റ് സീക്വൻസ് കുറവായിരുന്നു. കറക്റ്റ് അതിൻ്റെ ഇടയിൽ വേറെ അലമ്പോ ഉടക്കോ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഇതോ അങ്ങനെ ഒരു പരിപാടിയില്ല. ഭയങ്കര ഫ്ലോ ആയിരുന്നു. ഭയങ്കര നമുക്ക് ലാസ്റ്റ് പോകാനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഒരു കാര്യത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു ഇവിടെ പോകാൻ നമുക്ക് ഫീൽ ചെയ്യില്ലേ, വിഷമം തോന്നില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റേയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിൽ ട്രാവലിന്റെ കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പേയ്മെന്റ് കാര്യത്തിൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല. കറക്റ്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. കാരണം അതാണ് ഇപ്പൊ ഈ പ്രേക്ഷകരോട് പറയാനുള്ളതും. ഇപ്പൊ സിനിമ ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ വന്നിരിക്കുന്നത് തന്നെ സിനിമ നല്ലതാണെന്ന് പറയാനും അത് കാണണമെന്ന് പറയാനുമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതുപോലൊരു ടീമിനെ നിങ്ങൾ സക്സസ് ആക്കുകയാണെങ്കിൽ ഈ ടീമിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാനുണ്ട്. കാരണം കൊച്ചു ടീം അങ്ങനെ ആലോചിക്കും. ഇതിന് വെച്ചൊരു സിനിമ തിയേറ്റർ ഒരു പ്രൊഡ്യൂസർ ഒരു പടം കൊണ്ടുവരുന്നത് പ്രൊഡ്യൂസറിനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്ന നിമിഷം. കാരണം ഈ കാലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടി പല പ്രൊഡക്ഷൻ ഹൗസസായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ താരമില്ലെങ്കിൽ പടം ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. പണ്ടൊക്കെ പ്രീ ബിസിനസ് നടക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പ്രീ ബിസിനസ് അങ്ങനെ നടക്കുന്നില്ല. പടത്തിന്റെ മെറിറ്റിലാണ് ഈ പറയുന്ന OTT സാറ്റലൈറ്റ് ഒക്കെ നടക്കുന്നത്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയാ, നമുക്ക് നല്ല സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു വന്നതിന്റെ പ്രൊഡ്യൂസർ ജിനി. ആ ജിനിയിലത്ത് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. കാരണം എന്താ പറയാ, ഈ പടങ്ങളൊക്കെ വിജയിക്കുമ്പോഴേ ഇതേപോലെ നമുക്ക് ഇനിയും നല്ല പടങ്ങൾ വരുള്ളൂ. നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ടും ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സും തന്നെ പോയി തിയേറ്ററിൽ പോയി പടം കണ്ട ഈ പടം വിജയിക്കും. ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് മാത്രം ഫോളോവേഴ്സ് എല്ലാം തിയേറ്ററിൽ ഉറപ്പായിട്ടും ഞാൻ വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നും. ഞാൻ 26-ാം തീയതി പടം റിലീസാണ്. നമുക്ക് 25-ാം തീയതി ലൈവ് തുടങ്ങിയിട്ട് നിർത്തണം. ഞാനല്ല, നീ ലൈവ് പോകണം. നീ ലൈവ് പോയിട്ട് പറഞ്ഞ ചില നിങ്ങൾ ഈ ഫോൺ കൊണ്ട് തിയേറ്ററിൽ പോയി ഞാൻ കാണട്ടെ. നമുക്ക് ഹൗസ് കത്തിച്ചേട്ടൻ കാണാന്ന് പറഞ്ഞാൽ തന്നെ എല്ലാരും തിയേറ്ററിൽ സംശയം. എന്ത് വേണമെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സിനിമ അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു ടീം എത്രത്തോളം അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ വലിയൊരു ഹിറ്റ് ആവട്ടെ. ഈ ഒരു ടീമിൽ തന്നെ ഒത്തിരി പടങ്ങൾ വരട്ടെ ഞാൻ വിഷ് ചെയ്യാണ്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ വെച്ച് കാണാം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. 26 എല്ലാവരും കാണാം. തീർച്ചയായും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.